ഹലോ. അഹാന കൃഷ്ണയുടെ വീട്ടിലെ കുടുംബ പ്രശ്നങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണല്ലോ. അഹാനയുടെ വീഡിയോയിലായാലും തൻവിയുടെ വീഡിയോയിലായാലും അമ്മൂമ്മയുടെ വൃത്തിഭ്രാന്തിനെ കുറിച്ചാണ് പറയുന്നത്. അഹാനയുടെ വീഡിയോയിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ഹോം നഴ്സുമാർ വന്നാൽ വീട്ടിൽ നിർത്തില്ല, അവർ അപ്പൂപ്പിനെ ബാത്റൂമിൽ കൊണ്ടുപോയാൽ പിന്നെ അപ്പൂപ്പിനെ ബെഡ്റൂമിൽ കിടത്തില്ല, ഹാളിലേക്ക് കിടത്തു. അതുപോലെ സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഒന്നും കളയില്ല, വീടാകെ മെസ്സാക്കിയിടും. ഇങ്ങനെ കുറേ പരാതികളാണല്ലോ പറയുന്നത്. അമ്മൂമ്മയുടെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ, അതൊന്നും നമുക്കറിയില്ല. എന്തായാലും അവരുടെ കുടുംബ പ്രശ്നങ്ങൾ എല്ലാം പറഞ്ഞു തീർത്ത് അവർ രമ്യതയിലാവട്ടെ. ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്നതാണ്. അച്ഛനമ്മമാർ തമ്മിലായാലും മക്കൾക്കിടയിലായാലും മറ്റു ബന്ധുക്കൾക്കിടയിലായാലും ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെയൊക്കെ വീട്ടിലുമുണ്ട് പ്രശ്നങ്ങൾ. ക്ഷമയോടെ പ്രശ്നങ്ങളെ നേരിടാനും സന്തോഷമായി ജീവിക്കാനും നമുക്കെല്ലാവർക്കും കഴിയട്ടെ. പിന്നെ ഫേഷ്യൽ ടോണിംഗ് ഡിവൈസ്, സ്കിൻ ലിഫ്റ്റ് ഡിവൈസ്, ഹെയർ ഗ്രോത്ത് തെറാപ്പി കോംബ്, 3-in-1 ഫേസ് മാസ്ക്, സൺസ്ക്രീൻ, പിന്നെ ക്രീമുകൾ, ഇതിനൊക്കെ ഓഫറുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എനിക്കിതെല്ലാം കേട്ടപ്പോൾ നോർത്ത് 24 കാവം സിനിമയിൽ ഫഹദിൻ്റെ ക്യാരക്ടറിനെ ഓർമ്മ വന്നു. അതുപോലെ എൻ്റെ ഒരു ബന്ധുവിന് OCD ഉണ്ട്. ഈ OCD ADHD ഒക്കെ ഉള്ളവർ വീട്ടിലുണ്ടെങ്കിൽ അവർ ക്ഷമയോടെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ആ വീട് ഒരു യുദ്ധക്കളമായിരിക്കും. ഒച്ചയും ബഹളവും ഒഴിഞ്ഞ നേരമുണ്ടാവില്ല. നമുക്ക് അവരുമായിട്ട് ഒത്തുപോകാൻ തന്നെ ഒരു പെടാപ്പാടായിരിക്കും. ഇതവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പക്ഷെ നമുക്ക് അവരെ കൈകാര്യം ചെയ്യാനുള്ള ക്ഷമയും സഹനവും ആവശ്യമാണ്. ഒരു സൈക്കോളജിസ്റ്റ് വഴിയുള്ള തെറാപ്പികളും ഇവർക്ക് ആവശ്യമാണ്. കൂടുതൽ ട്രീറ്റ്മെൻറ്റ് ഇവർക്ക് ആവശ്യമാണ്. ഞാനിതിനെക്കുറിച്ച് കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അഥവാ OCD ഒരു മാനസിക രോഗാവസ്ഥയാണ്. അഴുക്ക് പറ്റുമോ എന്ന ചിന്ത ഏറ്റവും സാധാരണമായിട്ട് വരുന്ന ഒബ്സഷനാണ്. OCD എന്ന രോഗാവസ്ഥയുടെ പ്രത്യേകത വീണ്ടും വീണ്ടും അനിയന്ത്രിതമായി വരുന്ന ചിന്തകളും അവ മൂലം വീണ്ടും വീണ്ടും ചെയ്യുന്ന പ്രവൃത്തികളുമാണ്. ശുചിത്വവുമായി ബന്ധപ്പെട്ട OCD അമിതമായ ഭയവും വീണ്ടും വീണ്ടും വൃത്തിയാക്കാനുള്ള തീവ്രമായ മാനസിക പ്രേരണയും ഉണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. ബാക്ടീരിയ, വൈറസ് എന്നിവയെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ആശങ്ക, ഏതെങ്കിലും വസ്തുവിൽ തൊട്ടാൽ തനിക്കോ പ്രിയപ്പെട്ടവർക്കോ മാരകമായ അസുഖം വരുമെന്ന ചിന്ത, ചില സ്ഥലങ്ങളിലോ വസ്തുക്കളിലോ അശുദ്ധി തോന്നുക, അതുപോലെ തന്നെ അതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ചിലർ കൈകളും ശരീരവും വീണ്ടും വീണ്ടും കഴുകി തൊലി ഉരിയുന്നത് വരെ കഴുകുമെന്ന് പറയാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ സാധാരണക്കാർ വൃത്തിയും ഭംഗിയും ഇഷ്ടപ്പെട്ട് വൃത്തിയാക്കുമ്പോൾ OCD ഉള്ളവർ ഭയവും ഉത്കണ്ഠവും ഒഴിവാക്കാൻ വേണ്ടിയാണ് വൃത്തിയാക്കുന്നത്. അതുപോലെ വീട്ടുപകരണങ്ങളോ വാതിലുകളോ പൂട്ടിയിട്ടുണ്ടോ എന്ന് ആവർത്തിച്ച് പരിശോധിക്കുന്നത്, ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്തോ തുടങ്ങി പലവിധ സംശയങ്ങളാണ് ഇങ്ങനെയുള്ളവർക്ക് കാണുന്നത്. ഇതൊക്കെ ഒരു പരിധി വരെയൊക്കെ കുറച്ചൊക്കെ നമുക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ അധികമാകുമ്പോഴായിരിക്കും ഒരു പക്ഷേ പ്രശ്നമാവുന്നത്. ഇത് വീണ്ടും വീണ്ടും പോയി പരിശോധിച്ച് ഇങ്ങനെ ചെയ്യുന്നവർ വീണ്ടും വീണ്ടും പോയി പരിശോധിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ വീണ്ടും വീണ്ടും വരുന്ന ലൈംഗിക ചിന്തകൾ, എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന ചിന്ത, കൂടാതെ താൻ മറ്റുള്ളവരെ ആക്രമിക്കുന്നു എന്ന ചിന്ത, ദൈവത്തെക്കുറിച്ചും മറ്റു മോശമായ കാര്യങ്ങൾ, ഇങ്ങനെ മോശമായ ചിന്തകൾ വരുന്നത്, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണമായി പറയുന്നുണ്ട്. മനഃശാസ്ത്ര ചികിത്സയിലൂടെയും മരുന്ന് ചികിത്സയിലൂടെയും ഒക്കെ ഇതിന് മാറ്റം വരുത്താം. വളരെയധികം പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് OCD ചികിത്സയുടേത് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ളവർ കടന്നു പോകുന്നത് നമ്മൾക്ക് ആലോചിക്കാൻ കൂടി കഴിയാത്ത ദുരിതങ്ങളിലൂടെയും മാനസിക സംഘർഷങ്ങളിലൂടെയുമാണ്. ഇവരുടെ പെരുമാറ്റത്തിൽ പ്രവൃത്തികൾ കാരണം ചുറ്റുമുള്ളവർ ഇവരെ ഒറ്റപ്പെടുത്തുകയും കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇതൊക്കെ അവരുടെ ബുദ്ധിമുട്ടുകൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഒപ്പം നമ്മളോട് എന്തെങ്കിലും സഹായം തേടുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യും. അവരുടെ ഉള്ളിലെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക തന്നെ വേണം. ചികിത്സയ്ക്കൊപ്പം സാമൂഹികമായ പിന്തുണയും ഇവർക്ക് ആവശ്യമാണ്. ഇത് നൽകാനും നമ്മൾ തയ്യാറാകണം. ഇത് അവരുടെ ആ ജീവിതത്തിലുള്ള ആ യാത്ര കൂടുതൽ എളുപ്പമാക്കാൻ സഹായിക്കും. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ ബൈ.